ഹായ് ഓൾ, നമ്മളെ കൂടെ ഇന്നുള്ളത് ക്ലാഗൻഫോർട്ടിൽ ബാച്ചിലേഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് പഠിക്കുന്ന അജയ് ആണ്. ഹായ് അജയ്. എങ്ങനെയുണ്ടായിരുന്നു അജയുടെ ജേണി ക്ലാഗൻഫോർട്ടിലോട്ടുള്ള? ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ബേസിക്കലി അബ്രോഡ് പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ ചൂസ് ചെയ്ത കൺട്രിയാണ് ഓസ്ട്രിയ. അതായത് ഇപ്പം അജയ് പഠിച്ചതും വളർന്നതും എല്ലാം അബ്രോഡാണ്. അത് ജനിച്ചത് നാട്ടില്ല, ഖത്തറിൽ ഞാനെൻ്റെ ഫാമിലിയും സെറ്റുള്ള. അവിടെ പഠിച്ച് വളർന്നു. +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ക്ലാഗൻഫോർട്ടിലേക്ക് വന്നു. വെരി അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ അതായത് +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ക്ലാഗൻഫോർട്ടിലോട്ടാണ് അഡ്മിഷൻ എടുത്ത് വന്നത് ബാച്ചിലേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വൈ ഓസ്ട്രിയ? എന്തുകൊണ്ട് ഓസ്ട്രിയ ചൂസ് ചെയ്തു? ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ബാച്ചിലേഴ്സിന് ഇംഗ്ലീഷ് കോഴ്സസ്, അതായത് ഇംഗ്ലീഷ് പഠിക്കുന്ന ബാച്ചിലർ കോഴ്സസ് വെരി കൈൻഡ് ഓഫ് റെയറാണ് യൂറോപ്പിൽ. ജർമ്മനിയിലുണ്ട്, പിന്നെ ഓസ്ട്രേലിയയിലുണ്ട്, പിന്നെ ഇവിടുത്തെ വേറെ ഫോർ മീ പേഴ്സണലി IELTS-ൻ്റെ ആവശ്യം അവർ ചോദിച്ചില്ല. പിന്നെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു അഡ്മിഷൻ പ്രൊസീജിയർ. അപ്പോൾ പിന്നെ ഫീസും ടെക്നിക്കലി കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു. അപ്ലൈ ചെയ്തു, അവർ അഡ്മിഷൻ തന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ കോഴ്സ് സ്ട്രക്ചർ ഞാൻ നോക്കി. കരിക്കുലം എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സായിരുന്നു. റോബോട്ടിക്സിന് അതിൻ്റെ ഉള്ളിലത്തെ കരിക്കുലം അത്യാവശ്യം വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സസ് എങ്ങനെയുണ്ട്? പ്രൊഫസേഴ്സ് കുഴപ്പമില്ല. അതായത് ചില സമയത്ത് ചില പ്രൊഫസേഴ്സൊക്കെ വേറെ അബ്രോഡ് വരണവരാണ്. അപ്പോൾ അവരുടെ ഒരു ആക്സെൻറ്റ് ചില സമയത്ത് പിക്ക് ചെയ്യാൻ പറ്റില്ല. അവരും ചില പ്രൊഫസേഴ്സ് ആദ്യമായിട്ട് ഇവിടെ പഠിപ്പിക്കാൻ വരുന്നവരാണ്. അപ്പോൾ അവർക്കും ചെറിയൊരു ഇതുണ്ടാവും, കേൾക്കുന്ന സ്റ്റുഡൻസിനും ചെറിയൊരു ഇതുണ്ടാവും. പക്ഷേ ഓവറോൾ കുഴപ്പമില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ സ്റ്റഫ് സബ്ജക്റ്റ് ഇൻ ദ കരിക്കുലം നമ്മൾ തന്നെ പഠിച്ചെടുക്കണം. അതെ. നമ്മൾ എബ്രോഡ് വരുമ്പോഴത്തേക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമ്മൾ തന്നെയാണ് ഒരു 60% നമ്മൾ തന്നെ പഠിച്ചേണ്ടി വരും. അത് പ്രൊഫസറിനും അതന്നെ സെൽഫ് ലേണിംഗ്. പ്രൊഫസേഴ്സിനും അതൊരു പറയാറുണ്ട്, സെൽഫ് ലേണിംഗ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയുണ്ട്? അതായത് ഇപ്പം നേറ്റീവ്സ് ആയാലും അല്ല എങ്കിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി എങ്ങനെയുണ്ട്? ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നല്ല കുറവായിരുന്നു. എസ്പെഷ്യലി മലയാളീസ് അധികം പേരുണ്ടായില്ല. ഇപ്പോൾ ഒരു മാക്സിമം ഒരു 10-15 പേരുണ്ടാവും ക്ലാഗൻഫോർട്ടിൽ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കുന്നവർ. അതായത് 2023-ലാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ബാക്കി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാവരും ഫ്രണ്ട്ലിയാണ്, എല്ലാവരും ചില്ല. അപ്പോൾ സ്റ്റേ ചെയ്യുന്നത് എവിടെയാണ് അജയ്? ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നത് ഞാനും സ്റ്റുഡൻറ് ഹോമിലല്ല, ഞാനും എൻ്റെ വേറെ 3 ഫ്രണ്ട്സും കൂടി സിറ്റി സെൻറ്ററിൻ്റെ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് പ്രൈവറ്റ് ഡോമിലാണ് നിൽക്കുന്നത്. പ്രൈവറ്റ് ആയിട്ട്. റെൻ്റ് എത്രയാണ് വരുന്നത്? റെൻറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ പ്ലേസ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അടുത്താണെങ്കിൽ നല്ല കൂടുതലായിരിക്കും റെൻറ്റ്. ഒരു മന്ത്ലി ഒരു 400 to 500 euro വരും ഒരാൾക്ക്. അത്രയും വരും. പിന്നെ ഞങ്ങൾ എടുക്കുന്ന ഇത് അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ഷെയർ ചെയ്യണോണ്ട് ഒരാൾക്കൊരു 200 റേഞ്ച് വരുള്ളൂ. അറൗണ്ട് 200 euro. അതായത് പിന്നെ ഇവിടെ പാർട്ട് ടൈം അവൈലബിലിറ്റി എങ്ങനെയുണ്ട്? പാർട്ട് ടൈം കിച്ചണിൽ വർക്ക് ചെയ്യാം, ഡിഷ് വാഷറായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ മക്ഡൊണാൾഡ്സിൽ, ബർഗറിങ്ങിൽ ഇവിടെയൊക്കെ അത്യാവശ്യം ഉണ്ട്. പക്ഷേ കമ്പയർഡ് ടു അതർ സിറ്റീസ് ലൈക്ക് വിയന്ന അല്ലെങ്കിൽ ഗ്രാസോ അല്ലെങ്കിൽ മ്യൂണിക്, ലിൻസ് അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുറവാണ്. കാരണം അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ട് ടൈം കുറച്ചും കൂടി കുറവാണ്. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് പ്രൊവിഷൻസ് വേണ്ടി വരുന്നു പാർട്ട് ടൈം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എസ്പെഷ്യലി ഇപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യണ കിച്ചണിൽ ആരും ജർമ്മൻ അങ്ങനെ സംസാരിക്കില്ല, എല്ലാവരും പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ പാർട്ട് ടൈമിന് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ മേ ബി ടെക്നിക്കൽ സ്കിൽസ് വെച്ചിട്ട് ജോബ് നോക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ജർമ്മൻ പ്രൊഫഷൻസി ബെറ്റർ ആയിരിക്കും, വേണ്ടി വരും.
പിന്നെ ഇവിടുത്തെ ഇപ്പോൾ കമ്പനീസൊക്കെ വന്നിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ടെക്നിക്കൽ ജോബ്സ് അവൈലബിലിറ്റി എങ്ങനെയുണ്ട്? ഇവിടെ വർഷത്തിൽ ഇടയ്ക്ക് മറ്റേ കരിയർ ഫെസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അതായത് പല പല ഫീൽഡിനും അവിടുന്ന് ഇവിടുന്നും പല പല കമ്പനീസ് ഇവിടെ വന്നിട്ട് അവരുടെ സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോയിട്ട് ഇൻഫർമേഷൻസ് വയ്ക്കാം. അവർ ചിലപ്പോൾ ഒരു നമ്പർ തരും. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൽ നമ്മുടെ CV കൊടുത്തിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വരെ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു പ്ലേസ്മെൻറ്റിനെ എപ്പോഴെങ്കിലും വിളിക്കും. ഇവിടെ ഇൻഡസ്ട്രീസ് ഉണ്ടോ അടുത്ത്? ഇവിടെ മെയിൻലി ഇപ്പോൾ എൻ്റെ ഒരു കോഴ്സിന് റോബോട്ടിക്സിനേക്ക് ഇവിടെ ബിഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇൻഫിനോൺ കേട്ടില്ലേ? അപ്പോൾ അവിടെ കുറേ പേര് ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. ഇപ്പം ജർമ്മനിയിലായാലും വൺ ഓഫ് ദി ടോപ്പ് കമ്പനിയാണ് ഇൻഫിനോൺ. സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണല്ലോ. അപ്പോൾ അവർ ഇപ്പോൾ കറൻ്റ്ലി അവർ ബൂമിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പൊസിഷൻസ് ഓപ്പൺ ആവുന്ന ഒരു മേഖലയും കൂടെയാണ്. അപ്പം കുറച്ചും കൂടെ നമ്മൾ സെമി കണ്ടക്ടറും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പ്രൊഫൈൽ ബിൽഡ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടും. അതെ, എൻ്റെ 2 ഫ്രണ്ട്സ് അവിടെ ഓൾറെഡി പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. ഒരാൾ ഡാറ്റ അനലിസ്റ്റ് ആയിട്ട്, ഒരാൾ IT ഫീൽഡിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് തന്നെയാണ്, സെയിം കോഴ്സ് തന്നെ. അപ്പോൾ അവർക്ക് അവിടെ ഓൾറെഡി ജോലി കിട്ടി. അവർ ഇന്ത്യൻസാണ്. അപ്പോൾ മേ ബി ഇൻ ദ ഫ്യൂച്ചർ അവർക്ക് അവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ സ്ഥിരമായിട്ട് പ്ലേസ്മെൻറ്റ് നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ. അതുപോലെ ഇവിടുത്തെ റെസിഡൻസ് കാർഡിനെ പറ്റി പറയാം. അതായത് നമുക്ക് ഇവിടെ ഇയർലി ആണല്ലോ റെസിഡൻസ് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വിസ കിട്ടിയപ്പോഴത്തേക്ക് എത്ര നാളത്തേക്കാണ് ആദ്യത്തെ വിസ കിട്ടിയത്? ആദ്യത്തെ വിസ കിട്ടിയപ്പോൾ അതായത് ഇവിടെ വന്നിട്ട് ഖത്തറിൽ നിന്ന് ഒരു അറൗണ്ട് 1 മാസം അറൗണ്ട്. പക്ഷേ ഡിലേ വന്നത് എന്താണെന്ന് വെച്ചാൽ അക്കോമഡേഷൻ, വിസ ഓൾറെഡി സെറ്റ് ആയിരുന്നു, പക്ഷേ നമ്മൾ അക്കോമഡേഷനും കൂടി കാണിക്കണം. അതുണ്ടായില്ല. അപ്പോൾ അതിനൊരു മേ ബി ഒരു 2 വീക്സും കൂടി എക്സ്ട്രാ എടുത്തു. അപ്പോൾ ഒരു ഓവറോൾ 1.5 months ഓവറോൾ വിസ കിട്ടാൻ എടുത്തു. ദെൻ വിസ സ്റ്റാമ്പ് ചെയ്ത ഡേറ്റ് തൊട്ട് ഇവിടെ എത്തിയതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം എക്സ്റ്റൻഷൻ ടൈമിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അതായത് മെയിൻ പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 16 ക്രെഡിറ്റ് വേണം. അതാണ് മെയിനായിട്ട് ഇവർ ക്രെഡിറ്റ് സിസ്റ്റം നോക്കുന്നുണ്ട്. ക്രെഡിറ്റ് സിസ്റ്റം. ഓക്കെ, അതായത് 16 ക്രെഡിറ്റ് നമ്മൾ ഒരു 1 ഇയറിൽ എഴുതിയെടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് റെസിഡൻസ് പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എല്ലാ വർഷവും നമ്മളിങ്ങനെ ചെയ്യണം. ഓക്കെ, ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ് വരുന്നത്? ടോട്ടൽ ക്രെഡിറ്റ് ഈ കോഴ്സിന് 180 ക്രെഡിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 16 പെർ ഇയർ എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും മിനിമം. ഓക്കെ, 3 വർഷത്തിൽ ഡിഗ്രി തീർക്കണമെങ്കിൽ ഒരു സെമിസ്റ്ററിൽ ഒരു 30 ക്രെഡിറ്റ് എങ്കിലും. നമുക്ക് മാക്സിമം എത്ര സെമിസ്റ്റർ വരെ എടുക്കാൻ പറ്റും? ഇവിടെ എൻ്റെ അറിവിൽ അതിനൊരു ഇതില്ല, ലിമിറ്റില്ല. ചിലവർ 6-7 വർഷം പഠിക്കണവരുണ്ട്, ചിലവർ 3 വർഷത്തിൽ പഠിക്കും. അതെ, 2 വർഷത്തിൽ നിങ്ങൾക്ക് കോഴ്സ് തീർക്കുകയാണെങ്കിൽ 2 വർഷം തീർക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എത്രയും ഫാസ്റ്റിന് പഠിച്ചെടുക്കാൻ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്, കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡം ഉണ്ട് ഡിഗ്രി തീർക്കാൻ വേണ്ടിയിട്ട്. അവന് എത്ര ഫണ്ടായി? അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. ഫണ്ട് അറൗണ്ട് സെമിസ്റ്റർ ഫീസ് അറൗണ്ട് 750 യൂറോസ് വരും സെമിസ്റ്റർ. അത് വരാൻ വേണ്ടിയിട്ട് ഇപ്പം ഷോ മണി കാണിക്കേണ്ടി വന്നല്ലോ. അത് ഇൻക്ലൂഡ് എത്രയായിരുന്നു? അത് ഇൻക്ലൂഡഡ് ബ്ലോക്ക്ഡ് എമൗണ്ട് ആണ് കേട്ടോ, അതോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് വെച്ചാൽ അത് റിന്യൂവലിന് അറൗണ്ട് 9,000 to 10,000 യൂറോസ് കാണിച്ചാണ് ഒരു വർഷത്തേക്ക്. ആദ്യം വിസ കിട്ടാൻ വേണ്ടിയിട്ടോ? ആദ്യം വിസ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓർമ്മയില്ല കേട്ടോ. ബട്ട് അറൗണ്ട് ഈ ഒരു എമൗണ്ട് ആണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് അജയ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. സോ ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ എഹെഡ്.